ഒരു കൈ മാത്രമുള്ള വ്യക്തി, ഭിക്ഷക്കാരൻ, പ്രത്യേകിച്ച് സാമ്പത്തിക ശേഷിയൊന്നുമില്ലാത്ത ഒരാൾ, ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി, ഇങ്ങനെയുള്ള ഒരു മനുഷ്യന് വേണ്ടി കോടതിയിൽ 5 ലക്ഷം രൂപ കൊടുത്ത് ഒരു വക്കീലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആരായിരിക്കും പുറകിൽ നിന്ന് സഹായിക്കുന്നത്? നമസ്കാരം, ഞാൻ അമന ശ്രീനി. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2011 ഫെബ്രുവരി 1 എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ സൗമ്യ യാത്ര ചെയ്യുകയാണ്. സൗമ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷൊർണൂരാണ് വീട്. 23 വയസ്സുണ്ട്. ആ 23 വയസ്സുള്ള പെൺകുട്ടി സ്വന്തം വീടിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയാണ് ആ കുടുംബം ഓടിച്ചുകൊണ്ട് പോകുന്നത്. എറണാകുളം ഒരു ഷോപ്പില് സെയിൽസ് ഗേൾ ആയി വർക്ക് ചെയ്തു. ഇടയ്ക്ക് ഒരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രണയം വീട്ടിൽ അവതരിപ്പിച്ച് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന അവസരം ഇടയ്ക്കിടയ്ക്ക് ലീവ് കിട്ടുമ്പോൾ വീട്ടിൽ പോയി വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഫെബ്രുവരി 1 തീയതി 2011 വീട്ടിൽ പോകുന്ന വഴി എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിൻ 566008 നമ്പർ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അതും ലേഡീസ് കമ്പാർട്ട്മെന്റിൽ. ലേഡീസ് കമ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലുള്ള അമ്മയോ അതുപോലെ പെങ്ങളോ ആരെങ്കിലും ഉള്ളവരൊക്കെ നമ്മൾ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പഠനത്തിനായി പോകുന്ന അവസരങ്ങളിൽ, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അവസരങ്ങളിലെല്ലാം നമ്മൾ ലേഡീസ് കമ്പാർട്ട്മെന്റിലായിരിക്കും അവരെ സുരക്ഷിതമായി കയറ്റിവിടാറ്. അങ്ങനെ സ്വന്തം സുരക്ഷിതത്തിന് വേണ്ടി ലേഡീസ് കമ്പാർട്ട്മെന്റ് തിരഞ്ഞെടുക്കുന്നു, അതിൽ യാത്ര ചെയ്യുന്നു. തൃശ്ശൂർ ജംഗ്ഷനൊക്കെ ആയപ്പോഴേക്കും ഏകദേശം പകുതിയോളം ആളുകൾ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നിന്നും ഒഴിഞ്ഞു പുറത്തേക്ക് പോയി. അങ്ങനെ വീണ്ടും യാത്ര തുടരുന്നു. മുള്ളൂർക്കര എത്തിയപ്പോഴേക്കും മുഴുവനായും ആ ലേഡീസ് കമ്പാർട്ട്മെന്റിലെ ആളുകൾ ഇറങ്ങിയിരുന്നു, ട്രെയിനിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ആ ട്രെയിനിൽ 2 ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ആ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി മറ്റൊരു ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറി. ആ കമ്പാർട്ട്മെന്റിൽ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വള്ളത്തോൾ നഗർ എത്തിയപ്പോൾ ആ പെൺകുട്ടി ആ കമ്പാർട്ട്മെന്റിൽ വീണ്ടും ഒറ്റയ്ക്കായി. അപ്പോഴാണ് ആ അജ്ഞാതന്റെ, ആ അൺനോൺ പേഴ്സന്റെ വരവ്. അങ്ങനെ തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ടോമി ദേവസ്യ, അബ്ദുൾ ഷുക്കൂർ എന്ന 2 പേർ ഈ പെൺകുട്ടിയുടെ നിലവിളി കേട്ടു. നിലവിളി കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി പുറത്തേക്ക് വീഴുന്നതായും കണ്ടു. അങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ എത്തിയപ്പോഴേക്കും പോലീസിനെ വിവരം അറിയിച്ചു. പക്ഷേ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവർ ഉടൻ തന്നെ ചെയിൻ വലിച്ച് ബാക്കിയുള്ളവരെ വിവരം അറിയിക്കേണ്ടതായിരുന്നു. ഒരുപക്ഷെ ഒരു ജീവൻ രക്ഷിക്കാൻ അവർക്ക് സാധിച്ചേനെ. അങ്ങനെ പോലീസ് തെരച്ചിൽ നടത്തി ആ ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് കടന്നു വന്ന ആ അജ്ഞാതനായ വ്യക്തിയെ മനസാക്ഷിയുള്ള ആർക്കും തന്നെ മറക്കാൻ കഴിയില്ല. ഗോവിന്ദസ്വാമി എന്ന ആ ഒറ്റ കയ്യനെ. സൗമ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് 2 ഇഞ്ചുറിയിലൂടെയാണ് മരണം സംഭവിച്ചതെന്ന്. തല നന്നായി ചതഞ്ഞിരുന്നു. തലയിൽ ആവർത്തിച്ച് എന്തോ വെച്ച് അടിച്ച ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ തല ട്രെയിനിലെ കമ്പിയിലോ മറ്റോ വെച്ച് ആവർത്തിച്ചിടിച്ച് ബോധം കളഞ്ഞ ശേഷം, അതായത് അൺകോൺഷ്യസ് മൈൻഡിലാണ് ആ പെൺകുട്ടിയെ പുറത്തോട്ട് വലിച്ചിടുന്നത്. പുറത്തോട്ട് വലിച്ചെറിഞ്ഞ ശേഷം ഗോവിന്ദസ്വാമിയും ഒപ്പം എടുത്ത് ചാടുകയായിരുന്നു. റെയിൽവേ ട്രാക്കിലേക്ക് വീണ സൗമ്യയെ ആ ദുഷ്ടനായ കൊലപാതകി വലിച്ചഴിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയി. രക്തം വാർന്നൊലിക്കുന്ന അവസ്ഥയിലും ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. സൗമ്യയുടെ തന്നെ ബ്ലഡ് ശ്വാസകോശത്തിലേക്ക് എത്തി. ശ്വാസം പോലും വിടാൻ പറ്റാത്ത അവസ്ഥയിൽ ആ പെൺകുട്ടി പിടയുമ്പോഴും ഗോവിന്ദസ്വാമി എന്ന ദുഷ്ടൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. പീഡനം മാത്രമായിരുന്നില്ല ലക്ഷ്യം, മറിച്ച് മോഷണം കൂടിയുണ്ടായിരുന്നു. കൊലപാതകി ഗോവിന്ദസ്വാമി തന്നെയാണ് എന്ന് വ്യക്തമാക്കാൻ സഹായിച്ച എവിഡൻസ് നമ്പർ 1 ആയിരുന്നു ആ മൊബൈലിന്റെ കച്ചവടം. പിന്നെ എവിഡൻസ് നമ്പർ 2 ആയി പറയുന്നത് സൗമ്യയുടെ ശരീരത്തിൽ നിന്നും കണ്ടെടുത്ത ഗോവിന്ദസ്വാമിയുടെ ബീജമായിരുന്നു. പിന്നെ ഗോവിന്ദസ്വാമിയുടെ ബട്ടൺസ് തുടങ്ങിയ സാധനങ്ങളെല്ലാം അവിടെ അവശേഷിച്ചു. പോലീസ് സൗമ്യയെ കണ്ടുപിടിക്കുമ്പോഴേക്കും അബോധാവസ്ഥയിൽ പാതി ഡ്രസ്സിൽ ചോരയിൽ വാർന്നൊലിച്ച് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉടൻ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി. കുറച്ച് ദിവസത്തിനുള്ളിൽ സൗമ്യ മരണപ്പെട്ടു. 10 മാസത്തിന് ശേഷം 2011 നവംബർ 11 വിധി വന്നു. തൃശ്ശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ വധശിക്ഷയായിരുന്നു വിധി. അങ്ങനെ തൂക്കിലേറ്റാനുള്ള വിധി വന്നു. എല്ലാവരും സന്തോഷിച്ചു. ഉടൻ തന്നെ ഗോവിന്ദസ്വാമി അപ്പീലിന് പോയി ഹൈക്കോർട്ടിൽ അപ്പീലിന് പോയപ്പോഴും തൃശ്ശൂർ കോടതിയെ അനുകൂലിച്ചുകൊണ്ട് തന്നെ വീണ്ടും വധശിക്ഷയ്ക്കുള്ള വിധി തന്നെ ഹൈക്കോർട്ടിൽ നിന്നും പ്രഖ്യാപിച്ചു. ഉടൻ തന്നെ ഗോവിന്ദസ്വാമി എന്ന വികലാംഗന് വേണ്ടിയിട്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ആയത് BA ആളൂർ എന്ന ക്രിമിനൽ ലോയർ ആയിരുന്നു. അങ്ങനെ ഹൈക്കോർട്ടിലും നിൽക്കാതെ സുപ്രീം കോർട്ടിലേക്ക് അപ്പീലിന് പോയി. സുപ്രീം കോർട്ടിൽ നിന്നുള്ള വിധി ഇങ്ങനെയായിരുന്നു: തലയിലേറ്റ 2 ഇഞ്ചുറി മൂലമാണ് സൗമ്യ മരണപ്പെട്ടത്. ഗോവിന്ദസ്വാമിയുടെ ലക്ഷ്യം പീഡനവും മോഷണവും മാത്രമായിരുന്നു. കൊലപാതകം ലക്ഷ്യമല്ലായിരുന്നു എന്നാണ് സുപ്രീം കോടതി വിധി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വധശിക്ഷയ്ക്ക് ഗോവിന്ദസ്വാമിയെ വിധിക്കാൻ സാധിക്കില്ല എന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്:
ആ കേസിന്റെ ചാർജ് ഷീറ്റിലെ സ്റ്റേറ്റ്മെന്റ് തന്നെ നോക്കൂ. അതായത് സ്റ്റേറ്റ്മെന്റിൽ അബ്ദുൾ ഷുക്കൂർ എന്ന സാക്ഷി ഈ പെൺകുട്ടി എടുത്ത് ചാടുന്നതാണ് കണ്ടത്, ട്രെയിനിൽ നിന്നും സ്വയമേ എടുത്ത് ചാടുന്നതാണ് കണ്ടത് എന്നാണ് അബ്ദുൾ ഷുക്കൂർ എന്ന വ്യക്തി സാക്ഷി പറഞ്ഞത്. അങ്ങനെ ഒരു അസംഷന്റെ പേരിൽ ഒരു വ്യക്തിയെ വധശിക്ഷയ്ക്ക് തൂക്കിലേറ്റാനാവില്ല എന്നതുകൊണ്ട് തന്നെ വധശിക്ഷ ക്യാൻസൽ ചെയ്തു. ഗോവിന്ദസ്വാമിയെ അറസ്റ്റ് ചെയ്ത സമയം ഫിംഗർ പ്രിന്റ് എടുത്ത് പരിശോധിച്ചപ്പോൾ തമിഴ്നാട്ടിലെ 8 കേസും ഈ വ്യക്തിയുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് പീഡനം, മോഷണം തുടങ്ങിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഗോവിന്ദസ്വാമി. നിലവിലത്തെ നിയമവ്യവസ്ഥ കാരണം തന്നെ ഗോവിന്ദസ്വാമി എന്ന ആ വ്യക്തി ഇപ്പോഴും ജയിലിൽ വളരെ സമൃദ്ധിയായി ഭക്ഷണമൊക്കെ കഴിച്ച് തടിച്ചു കൊഴുത്ത് ജീവിക്കുന്നുണ്ട്. ഇത്രയും വലിയ ക്രൂരനായ വ്യക്തിക്ക് ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ശിക്ഷ ലഭിക്കുക? ഒരു ഒറ്റക്കയ്യനായ ഭിക്ഷക്കാരന് വേണ്ടി 15 ലക്ഷം രൂപ മുടക്കിയ സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇനിയും നമുക്കിടയിൽ ഗോവിന്ദസ്വാമിമാർ ഉണ്ടാവും. ഒരിക്കലും ഒരു സൗമ്യ പോലും ഇനി ജനിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഗോവിന്ദസ്വാമിക്ക് വേണ്ടി കോടതിയിൽ വാദിച്ച VA ആളൂർ എന്ന വക്കീലിന്റെ മരണം ഈയിടെ കഴിഞ്ഞിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആശ്വാസമായത് സൗമ്യയുടെ പോലെ വിക്ടിംസ് ആയ വ്യക്തികളുടെ കുടുംബത്തിന് തന്നെയായിരിക്കും. ഇനി എന്തെങ്കിലും സൗമ്യയ്ക്കും ജിഷയ്ക്കും നീതി ലഭിക്കും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.